എല്ലാവർക്കും D4 ഡയാന വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഇപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങളോടൊക്കെയാണ് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാണ്, നമ്മുടെ ഈ കേരളത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണ്? വല്ല ഉദ്ദേശമുണ്ട്? സത്യം പറയാലോ എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കേരളം ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരു പിടിയും എനിക്ക് കിട്ടുന്നില്ല. കാരണം ഞാൻ രാവിലെ കണ്ണു തുറക്കുമ്പോഴേ നമ്മുടെ വാർത്ത കേട്ടുകൊണ്ടാണ് കണ്ണു തുറക്കുന്നത്. നമ്മുടെ 24 വാർത്ത കേട്ടുകൊണ്ടാണ് കണ്ണു തുറക്കുന്നത്. അപ്പം വാർത്തകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ഗായ്സ് കേൾക്കുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, ബോധം കിട്ടി നമ്മൾ വീണു പോവും. അങ്ങനത്തെ വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ആങ്ങള സ്വന്തം പെങ്ങളെ പീഡിപ്പിക്കുന്നു, സഹപാഠികൾ ചേർന്ന് സ്വന്തം ഫ്രണ്ടിനെ തല്ലി കൊല്ലുന്നു. അതല്ലാതെ ഒരാൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ തോന്നി ഓടി വന്ന് അയാൾക്ക് അറിയുന്ന ആൾക്കാരെയൊക്കെ ചുറ്റിയും കൊണ്ട് അടിച്ചു കൊന്നിട്ട് എന്തൊക്കെയാ ഈ കേൾക്കുന്നല്ലേ. അപ്പോൾ നമ്മുടെ ഈ കാലം സത്യം പറഞ്ഞാൽ ഒരു സുരക്ഷയില്ല. ആർക്ക് ആരെ വേണേലും എന്ത് വേണേലും ചെയ്യാന്നുള്ള കാലമായിട്ടുണ്ട് ഇപ്പം. സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാനൊക്കെ നമ്മളിപ്പോൾ പേടിക്കണം. കാരണം ആരെങ്കിലും ഓടും, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് പോകും. ആർക്ക് പോകുന്നത്? നമുക്കാണ് പോകുന്നത്. നമ്മൾ ഒരു തെറ്റും ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ പോകുന്ന ആർക്കാണ്? നമുക്കാണ് പോകുന്നത്. ഇത് മാത്രമാണോ? ഇപ്പം വലിയ വലിയ ആൾക്കാരുടെ ക്രൂരതയൊക്കെ നിന്നിട്ട് ഇപ്പം ചെറിയ ചെറിയ കുട്ടികളാണ് ക്രൂരത ചെയ്യാനും പീഡിപ്പിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. 8ലും 7ലും 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഫുള്ള് റാഗിങ്. എൻ്റെ ഭഗവാനെ, ഓരോ കാര്യങ്ങളും ഈ വാർത്ത വായിക്കുന്നവർക്ക് തന്നെ നാളാവുകയാണ് പറയാനായിട്ട്. അവർ അത്രയും കഷ്ടപ്പെട്ടാണ് അവർ തന്നെ പറയും, ഞങ്ങൾക്ക് അത്രയും എന്താ പറയുക, അവർക്ക് തന്നെ വാർത്തകൾ വായിക്കാൻ തന്നെ മടിയാവുകയാണ്. പക്ഷേ അത് പറയാതിരിക്കാനൊട്ട് നിവൃത്തിയില്ല. പീഡനമൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാവരും ഒരു ഹോബിയാക്കി എടുത്തേക്കുവാണ്. കാരണം എനിക്കിവിടെ തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു നിയമം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഗായ്സ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഒരു നല്ല നിയമം വന്നു കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ കളി അവിടെ അങ്ങ് നിൽക്കും. ഇപ്പം ആർക്ക് വേണേലും ആരെ എന്ത് ചെയ്യാമെന്നുള്ള രീതിയായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാനപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഓരോ കുട്ടികളുടെയും അവരുടെ പാരൻസ് മര്യാദയ്ക്ക് അവരെ വളർത്തിയാൽ ഒരിക്കലും അവർ നശിച്ചു പോകില്ല. ഇപ്പം അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു പാരൻ്റ് കേൾക്കുവാണെങ്കിൽ പെട്ടെന്ന് അവർക്കത് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയാൽ അവരപ്പോൾ എന്ത് ചെയ്യും? അവരെ കൊല്ലും. കാരണം ഇപ്പം അങ്ങനെയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വാർത്തകളൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കഷ്ടപ്പാടുകളും ഒരു തരി ചോറും പറ്റിൻ്റെ വില വരെ അറിഞ്ഞു വേണം നമ്മളൊരു കുട്ടികളെ വളർത്താനായിട്ട്. എല്ലാ കഷ്ടപ്പാടുകളും അവരും അറിഞ്ഞ് അവർ വളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആരെയും കൊല്ലുമില്ല, ഒരിക്കലും ആരെയും പീഡിപ്പിക്കില്ല, ഒരിക്കലും അവർ സമൂഹത്തിന് മോശം ചെയ്യുന്ന ഒരു കുട്ടിയാവില്ല. അപ്പോൾ ഓരോ പാരൻസും ശ്രദ്ധിച്ചാൽ ഓരോരുത്തരെയും നന്നായിട്ട് വളർത്താം. അപ്പം ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? എന്നിട്ട് എൻ്റെ വീഡിയോസിൻ്റെ കമൻ്റായിട്ട് വരികയാണ്, ഞാൻ കാരണം കേരളം നശിക്കുകയാണ്, ഞാനിത് ഏത് യൂണിവേഴ്സിലാണ്, കേരളത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടെ, ഈ കൊച്ചു കേരളത്തിൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എന്നോട് വന്നിട്ടാണ് ചോദിക്കുന്നത്. എൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റ് വന്നിട്ട് പറയുകയാണ്, ഈ കൊച്ചു കേരളത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? ഈ പറയപ്പെട്ടവർക്കൊക്കെ ഈ ചെയ്യുന്നവന്മാരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നിയമം ഉണ്ടാവില്ലേ? എൻ്റെ വീഡിയോയ്ക്ക് വന്നിട്ട് എന്നോടാണ് കമൻറ്റ് ഇടുന്നത്, കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? എന്താ പറയുക, ഈ പറയപ്പെട്ടവരൊന്നും ഈ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? യൂണിവേഴ്സ് മാറിയോ? ഇഷ്ടം പോലെ കമൻറ്റ് കാണാം. എനിക്കെന്താ വട്ടാണോ? വട്ടി പിടിച്ചിട്ട് ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ല. എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എന്നോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും മനസ്സിലായി നിങ്ങളൊക്കെ ഏത് ഉഗാണ്ടയിലാണ് കിടക്കുന്നത്, കേരളത്തിൽ തന്നെ ആണോ എന്ന്. ആരും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല, ആരും വക വെക്കുന്നില്ല. കാരണം നല്ലൊരു നിയമം ഇല്ല. അതുകൊണ്ട് തന്നെ ആർക്കും എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. കാരണം കുറ്റം ചെയ്യുന്നവരെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭാവിയിൽ അവർ ഇനിയും കുറ്റം ചെയ്യണമല്ലോ, എന്നാലല്ലേ ഈ ലോകം നശിക്കുകയുള്ളൂ അല്ലേ? അപ്പം ഈ ലോകം നശിക്കാൻ വേണ്ടിയിട്ട് കുറ്റവാളികളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എത്ര കെയർഫുള്ളായിട്ടിരുന്നാലും നമ്മളൊരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മുടെ തലയിലേക്ക് വരും അല്ലേ? അങ്ങനത്തെ കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ പാരൻസും
കഷ്ടപ്പാടുകൾ അറിഞ്ഞ് ഓരോ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു സുപ്രഭാതത്തിൽ ആ പാരൻറ്റിന് അവർക്ക് ചെയ്തു കൊടുക്കാൻ ഒരു കാര്യം പറ്റിയില്ലെങ്കിൽ നേരെ അവരുടെ നേരെ ആദ്യം തിരിയും, പിന്നെ അവർക്ക് തോന്നുന്ന പോലെയൊക്കെ അവർ ചെയ്യും, അല്ലേ? അപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ പാരൻസും ശ്രദ്ധിച്ചാൽ നല്ലൊരു ലോകം ഉണ്ടാക്കിയെടുക്കാനാണ് ഗായ്സ് എൻ്റെ അഭിപ്രായം. ഗായ്സ്, ഇപ്പം ഓരോ പാരൻസ് ശ്രദ്ധിച്ചാലും ഓരോ മക്കളെ നന്നാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാർ മുഴുവനും കൂടി അമ്മമാരുടെ നേരെ തിരിയും. നീ വളർത്തിയതിൻ്റെ ദോഷം കൊണ്ടാണ്, നീ കാരണമാണെന്നൊക്കെ പറഞ്ഞ് അമ്മമാരെ എന്താ പറയുക വിഷമിപ്പിക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞ ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ അമ്മയും അച്ഛനും വേണം. അപ്പോൾ ഈ അമ്മയും അച്ഛനും അതേ ഉത്തരവാദിത്വം തന്നെയല്ലേ, മക്കളെ നോക്കാനുള്ള ഉത്തരവാദിത്തം ആ അമ്മയ്ക്കും അച്ഛനും ഉണ്ട്. അപ്പം എപ്പോഴും അമ്മേനെ തന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ കുട്ടികൾ അറ്റാച്ച്മെൻറ്റ് കൂടുതലും ചിലപ്പം അമ്മമാരോടാണ് കൂടുതലുള്ളവർക്ക്. അച്ഛന്മാരോട് അറ്റാച്ച്മെൻറ്റ് ഉള്ളവർ വളരെ ചുരുക്കമാണ്. അപ്പം അമ്മമാരോട് അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ അമ്മമാരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അച്ഛന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പം കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിലും അമ്മമാരോട് പറഞ്ഞ് കാലെ പിടിച്ച് അച്ഛൻ്റെ കീശയിൽ നിന്ന് പൈസ കട്ടെടുത്തുകൊണ്ട് പോയിട്ടാണെങ്കിലും അമ്മമാർ കഷ്ടപ്പെട്ടിട്ടായാലും കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഒരിക്കലും അവരുടെ കഷ്ടപ്പാടുകൾ മക്കളെ അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്തു തരാൻ പറ്റുമെന്ന് നമ്മൾ അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ശരിക്കും ക്രിമിനൽ മൈൻഡായി പോകുന്നത്. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ പാരൻസ് എനിക്ക് ഉണ്ടാക്കി തരുമെന്നുള്ളൊരു ബോധം ആ കുട്ടിക്ക് അവിടെ വരുന്നുണ്ട്. കഷ്ടപ്പാടുകളൊന്നും മനസ്സിലാക്കാതെ, വീട്ടിലെ കഷ്ടപ്പാടുകളൊന്നും മനസ്സിലാക്കാതെ എങ്ങനെയായാലും എൻ്റെ കാര്യം സാധിച്ചു തരും എന്നുള്ള ബോധം ആ കുട്ടിക്ക് അവിടെ വരുന്നതുകൊണ്ടാണ് ഓരോ കുട്ടികളും ക്രിമിനൽ മൈൻഡായി പോകുന്നത്. ഇപ്പം എല്ലാ പാരൻസും തന്നെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. എന്തും പാരൻസിൻ്റെ അടുത്ത് ഓപ്പണായി പറയാൻ പറ്റുന്ന ഒരു മൈൻഡ് നിങ്ങളുടെ മക്കളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെന്ന് പറയുമ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ പാരൻസിൻ്റെ വഴിക്ക് കുട്ടികൾ കുട്ടികളുടെ വഴിക്ക് ഓരോ കാര്യങ്ങളും സ്കൂളിലത്തെ കാര്യങ്ങൾ അമ്മയായിട്ടോ അല്ല അച്ഛനായിട്ടോ വീട്ടുകാരായിട്ടോ ഒന്നും പറയാറില്ല. അവർക്ക് തോന്നിയ പോലെ അവരെ അങ്ങോട്ട് വിട്ടേക്കുന്നു. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ എവിടേക്കോ ചോദിക്കുന്നു. പിന്നെ ഫോൺ എടുത്ത് അവരപ്പുറത്ത് പോയിരിക്കലായി. പിന്നെ ഒരു അഡ്രസ്സും ഇല്ല. അപ്പം ഓരോ പാരൻസും ഓരോ കുട്ടികളുടെയും അന്നന്നത്തെ കാര്യങ്ങൾ സ്കൂളിൽ പോയി വൈകുന്നേരം വന്നിട്ട് ഇന്ന് സ്കൂളിൽ ആരൊക്കെ ക്ലാസ് എടുത്തു, ആരോടൊക്കെ മിണ്ടി, ആരൊക്കെയാണ് ഫ്രണ്ട്സ്, എന്തൊക്കെ സ്കൂളിൽ സംഭവിച്ചു, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ തന്നെ സ്കൂളിൽ നമ്മൾ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോടം തൊട്ട് വീട്ടിലേക്ക് തിരിച്ച് വരുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ, വീട്ടിൽ തിരിച്ച് വരുന്ന വരെയുള്ള കാര്യങ്ങൾ ഒരു കുട്ടീൻ്റെ അടുത്തൊരു പാരൻറ്റ് തീർച്ചയായിട്ടും അന്വേഷിച്ചിരിക്കണം. എൻ്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നത്തെയും കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് പറയും. എല്ലാവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. സ്കൂളിൽ ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളുണ്ടായെന്നുള്ള കാര്യം ഇവിടെ വന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ കുട്ടികളിൽ പാരൻസ് നല്ലൊരു ഫ്രണ്ടായിരിക്കണം. എന്തും ഓപ്പണായിട്ട് പറയാൻ പറ്റണം. കുട്ടികൾക്ക് അമ്മമാരോടും അച്ഛന്മാരോടും എല്ലാം ഓപ്പണായിട്ട് പറയാനുള്ളൊരു മൈൻഡ് ഉണ്ടാക്കണം. എപ്പോഴും അവരുടെ അടുത്ത് പാരൻസിനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കടിച്ചു കീറി സംസാരിക്കുന്നവർ. എന്തെങ്കിലും ഒന്നും പറയുമ്പോഴേക്കും കടിച്ചു കീറി സംസാരിക്കലായി, അടിയായി, വഴക്കായി. അപ്പോൾ തന്നെ കുട്ടികൾക്ക് പേടിയാണ്. പാരൻസിനെയും കുറ്റം പറയണം. കാരണം അവരെന്തെങ്കിലും കാര്യം പറയുമ്പോൾ പാരൻസ് കേൾക്കൂല. അവർക്ക് അതിനുള്ള സമയമില്ല. മനസ്സിലായല്ലോ? സ്വന്തം മക്കളെ കേൾക്കാനുള്ള സമയം ആദ്യം നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരണം. അവർക്ക് ഒരു ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടാണ് അവർ സത്യം പറഞ്ഞ് നശിച്ചു പോകുന്നത്. പാരൻസ് കാരണം തന്നെയാണ് ഓരോ കുട്ടികളും നശിക്കാനുള്ള കാരണം. അവരെ കേൾക്കാൻ ഓരോ പാരൻസും എന്നുണ്ടല്ലോ എന്നും നന്നാവുകയുള്ളൂ. അപ്പോൾ അവരെ കേൾക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ വഴിതെറ്റി പോകുന്നത്. കുട്ടികൾ പറയുന്ന ചെറിയൊരു കാര്യമാണെങ്കിലും ആ പാരൻറ്റ് അത് മുഴുവനായിട്ടും കേൾക്കണം. എന്നിട്ട് അതിൻ്റെ തെറ്റെന്താണ് ശരി എന്താണെന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇച്ചിരി എന്തെങ്കിലും കേൾക്കുമ്പോൾ എടാ നീ എന്തിനാണ് അങ്ങനെ ചെയ്തേ, നിനക്കോട്ട് ഞാൻ നല്ല അടി വെച്ച് തരുന്നൊക്കെ പറഞ്ഞ് പിന്നെ അടിക്ക് പറച്ചിലല്ല, അവിടെ അടിച്ച് കഴിയും. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊന്നും അവരുടെ അടുത്ത് നമ്മൾ ബിഹേവ് ചെയ്യരുത്. അവരോട് അവരുടേതായ രീതിയിൽ നിന്ന് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ കളിച്ചു കയറി വർത്തമാനം പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ കാര്യം അവർക്ക് പേടിയാണ് വീട്ടിൽ വന്നിട്ട് ഓരോ കാര്യങ്ങളും പറയാൻ. പാരൻസിൻ്റെ റിയാക്ഷൻ അവർക്ക് മുമ്പേ അറിയുന്നതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങൾ അവരെന്താണ് വീട്ടിൽ വന്ന് പറയാൻ നിൽക്കില്ല, അവരുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യും. പിന്നെ ഈ കൂട്ടുകെട്ടെന്ന് പറയുന്നത് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പം നമുക്ക് നല്ലത് കണ്ടുപിടിക്കാൻ വളരെ ഡിഫിക്കൽട്ടാണ്. ചീത്തത ഉള്ളൂ ഈ ലോകത്ത്. അതുകൊണ്ട് തന്നെ കൂട്ടുകെട്ടുകളിലേക്ക് പോകുമ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പും ചീത്ത ഫ്രണ്ട്ഷിപ്പും ഉള്ളതുകൊണ്ട് തന്നെ അപ്പം നല്ല ഫ്രണ്ട്സിനോട് ഒരു കാര്യം നമ്മൾ ഷെയർ ചെയ്യുമ്പം അവർ നല്ല കാര്യങ്ങളെ പറഞ്ഞു തരുള്ളൂ. പക്ഷേ നമ്മൾ നശിപ്പിക്കണമെന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണ് ചുറ്റിനുമുള്ളവർ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും അവരോട് പറയുമ്പം അവർ നമ്മുടെ സത്യം പറഞ്ഞാൽ വീട്ടിലുള്ള കാര്യം നമ്മൾ നാട്ടിൽ പറയരുത്. അപ്പം കൂടുതലായിട്ടും കുട്ടികൾ എന്ന് പറയുമ്പോൾ വീട്ടിലാരും കേൾക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനോടെല്ലാം കുട്ടി പാടിക്കൊണ്ട് നടക്കും. അവരെന്ത് ചെയ്യും, ഇവർ നശിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചീത്ത ബുദ്ധികൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യും, ഇവർ അവരുടെ പാരൻസിൻ്റെ അടുത്ത് പെരുമാറും. അപ്പോൾ സത്യം പറഞ്ഞാൽ പാരൻസിൻ്റെ പ്രശ്നം തന്നെയാണ്.
അവർ കുട്ടികളെ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ പ്രോബ്ലംസും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അതിനുള്ളൊരു ടൈം തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കണം. കുട്ടികളായാലും പാരൻസ് ആയാലും രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരിക്കണം എന്നാണ് ഗൈസ് ഞാൻ പറയുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളാണ് കുട്ടികൾ കൂടുതലായിട്ട് കേൾക്കുകയുള്ളൂ. കാരണം വീട്ടിലാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പം എനിക്ക് ഇവനുള്ള ഫ്രണ്ട്, അതുകൊണ്ട് ഇവൻ പറയുന്നത് ഞാൻ കേൾക്കുകയുള്ളൂ, ഇവൻ പറയുന്നത് അനുസരിക്കുകയുള്ളൂ എന്നുള്ള മൈൻഡിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത് ചീത്തയായാലും നല്ലതായാലും കുട്ടികൾ അത് മാത്രമാണ് കേൾക്കുകയുള്ളൂ. ഓരോ കുട്ടികൾക്കും അവരുടെ അമ്മേൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും അവരുടെ പാരൻസിൻ്റെ അടുത്ത് എന്തും പറയാമെന്നുള്ള ഒരു ഫ്രീഡം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും അവർക്ക് എന്തും എൻ്റെ കുട്ടിക്ക് എന്നോട് എന്തും തുറന്ന് പറയാമെന്നുള്ള ഒരു ഫ്രീഡം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും കുട്ടികൾക്ക് ഇപ്പോൾ ഒരാൾക്ക് നല്ല സ്മാർട്ട് വാച്ച് ഉണ്ടെന്ന് ഓർക്കിട്ടോ. അപ്പം ഇപ്പോൾ ഞാൻ പറയുകയാണ്, അയ്യോടാ എനിക്ക് സ്മാർട്ട് വാച്ച് ഇല്ലല്ലോ, അയ്യേ നിനക്ക് സ്മാർട്ട് വാച്ച് ഇല്ലേ, അപ്പോഴേക്കും ഇവിടെ കളിയാക്കലായി. അപ്പോഴേക്കും എന്താക്കി, അപ്പം ഞാനെന്ന കുട്ടിക്ക് എനിക്ക് ഭയങ്കര അപ്പോൾ അതൊരു ഷെയിമായി. അപ്പം ഞാൻ എന്താക്കുന്നു, വീട്ടിൽ പറയാനും ആരും കേൾക്കാനും ഒന്നുമില്ല. അപ്പം ഞാൻ വളഞ്ഞ രീതിക്ക് ചിന്തിക്കുകയാണ്, എങ്ങനെ പൈസ ഉണ്ടാക്കി സ്മാർട്ട് വാച്ച് വാങ്ങാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരുടെ കഴുത്തിലെ മാല പൊട്ടിക്കാൻ പോകുന്നു, പിന്നെ കുറച്ച് കഞ്ചാവ് വിൽക്കുന്നു, MDMA വിൽക്കുന്നു. അങ്ങനെയുള്ള വേണ്ടാത്ത കൂട്ടുകെട്ടുകളിൽ കൂടി വേണ്ടാത്ത കുറേ ചിന്തകൾ ഉത്ഭവിച്ച് അങ്ങനെ എന്താക്കുന്നു, പെട്ടെന്ന് പ്രവൃത്തി സ്മാർട്ട് വാച്ച് കാണിക്കുന്നു, എടാ എൻ്റെ കൂടുതൽ ബ്രാൻഡഡ് ആയിട്ടുള്ള വാച്ചാണെന്നൊക്കെ പറഞ്ഞ് വലിയ ആളാവുന്നു. അപ്പം സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ വളരണമാണ് കാഴ്ച ഞാൻ പറയുന്നത്. അപ്പം എന്താ പറയുക, പാരൻസിൻ്റെ കയ്യിലെ തെറ്റ് തന്നെയാണ്. അപ്പം പിന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ എടാ നീ അങ്ങനെ ചെയ്തില്ലേടാ ഇങ്ങനെ ചെയ്തില്ലാന്ന് കുറേ അടി അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെയും കയ്യിലെ തെറ്റുകളാണ്. അത് ചെറുപ്പം മുതലേ നമ്മളത് എന്താ പറയുക നശിപ്പിച്ച് കഴിഞ്ഞാലാണ് അത് വലുതാകുമ്പോഴും അതില്ലാതിരിക്കുള്ളൂ. അല്ലാതെ അതിന് വളം വെച്ച് കൊടുത്തോണ്ടിരുന്ന എന്താണ്, പിന്നെ അത് വലിയ പ്രശ്നത്തിലേക്ക് അത് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോവാതിരിക്കാനാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. കളിയാക്കട്ടെ, കളിയാക്കാനാണ് അവർക്കറിയുള്ളൂ, കളിയാക്കട്ടെ. പക്ഷെ അത് കേൾക്കുന്നവർക്ക്, അതായത് നിങ്ങളാണിപ്പോൾ ഒരു ഫ്രണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭയങ്കര കുറച്ചിലായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ അവസ്ഥകളും നമ്മൾ അറിഞ്ഞു തന്നെ വളരണം. അതൊന്നും അവരോട് പറഞ്ഞ് അവർക്ക് മനസ്സിലാവില്ല ഗൈസ്. അപ്പോൾ പിന്നെ വേറൊരു വിഷയം എന്ന് പറയുമ്പോൾ, വീട്ടിൽ അമ്മയും അച്ഛനും കൂടിയുള്ള വഴക്കുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ പൂർത്തിയായി, പിന്നെ എനിക്കൊന്നും പറയാനില്ല. ഈ വഴക്കും കൂടി കണ്ടു കഴിയുമ്പം ഒരിക്കലും ഒരു കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മാനസികമായിട്ട് അത് വേദന അനുഭവിക്കുകയാണ്. കാരണം വീട്ടിൽ വഴക്ക്, എന്നെ കേൾക്കാൻ ആരുമില്ല. പുറത്ത് പിന്നെ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് അവർ ഓർക്കും. ചിലപ്പോൾ നല്ലവരായിരിക്കും, ചിലപ്പോൾ ചീത്തയായിരിക്കും. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരുണ്ടാവും. ചിലപ്പോൾ ആ ഫ്രണ്ട്സ് ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ കുഴിച്ചടിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർ നമ്മളെ കേൾക്കുന്നില്ല, നമ്മൾ മൈൻഡാക്കുന്നില്ല. അവർ അടിച്ചും വഴക്കും കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ തലയ്ക്ക് സൗകര്യം ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകും. മനസ്സിലാവില്ല, ചിന്തിക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ ചിന്തിക്കണം. ചിലപ്പോൾ നല്ല പാരൻസ് ആയിരിക്കും, എങ്കിലും കുട്ടികളെ വളർത്തുന്ന രീതി വേറെ ആയിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദയവ് ചെയ്ത് കലഹങ്ങളും കാര്യങ്ങളും ഒന്നും വീട്ടിൽ പാരൻസ് ഉണ്ടാക്കാതിരിക്കുക. നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും നിങ്ങളത് ചെയ്യാതിരിക്കുക. മക്കൾക്ക് വേണ്ടി നല്ലൊരു ഫ്രീഡം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അവരെ നിങ്ങൾ കേൾക്കുക. സത്യം പറഞ്ഞാൽ ഒരാളെ കേൾക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഒരാളെ നമ്മൾ കേൾക്കുക, എന്താണ് അവർ പറയുന്നത് അത് നമ്മൾ ഉൾക്കൊള്ളുക. പിന്നെ അവർക്ക് അതിൻ്റെ തെറ്റും ശരി നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഇച്ചിരി എന്തെങ്കിലും കേട്ടിട്ട് കടിച്ചു കയറാൻ വേണ്ടി ചെല്ലരുത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വഴക്ക് കൂടുന്ന സമയത്ത് വീട്ടിലൊരു കലഹം ഉണ്ടാകുമ്പോൾ തെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷേനെ കൊല്ലുന്ന രീതിയിലുള്ള, നമ്മുടെ തേൻ പോലെയുള്ള മലയാളത്തിനെ കൊല്ലുന്ന രീതിയിലുള്ള വൃത്തികെട്ട തെറികളാണ് ഈ ജനറേഷനിൽ ഇപ്പം എല്ലാവരും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വൃത്തികെട്ട തെറികളാണ് കുട്ടികൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നത്. ആ തെറി എന്ത് ചെയ്യും, സമൂഹത്തിലേക്ക് ഇറങ്ങി പബ്ലിക്കായിട്ട് അവരത് പറഞ്ഞ് സമൂഹം കൂടി അവർ നശിപ്പിക്കും. വീട്ടിൽ നിന്നുള്ളതാണല്ലോ കുട്ടികൾ പുറത്ത് കാണിക്കുക. അതുകൊണ്ട് തന്നെ തെറി അറിയാത്ത പിള്ളേരെയും കൂടി വീട്ടിലുള്ള അടിയും വഴക്കും കാരണം തെറി അറിയുന്ന പിള്ളേർ സ്കൂളിലോ പബ്ലിക്കായ സ്ഥലത്തോ പോയി നിന്ന് അടി ഉണ്ടാക്കി തെറി പറഞ്ഞ് ബാക്കിയുള്ളവരും കൂടി പഠിച്ചു പോകും. എല്ലാവർക്കും ഈ നശിക്കാനാണല്ലോ ഇഷ്ടം. അപ്പം നല്ലവരെയും കൂടി നശിപ്പിക്കുന്ന കാലത്തിൽ കൂടിയാണ് ഗായ്സ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൈവം തന്നെ നല്ലൊരു ശരീരമുണ്ട്, നല്ലൊരു മനസ്സുണ്ട്, നല്ലൊരു എന്താ പറയുക നാവുണ്ട്, നല്ല ഭാഷയുണ്ട്. അപ്പം എല്ലാവർക്കും മര്യാദയ്ക്ക് നല്ല രീതിയിൽ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ് നടന്നുകൂടെ? ഒന്ന് പറഞ്ഞ രണ്ടാമതിനെ കടിച്ചു കയറി വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുന്നു. അതൊന്നും ഒരിക്കലും
എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എനിക്കത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇപ്പം എൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ കഴിയും, എല്ലാവരും വന്നിട്ട് എന്താ എന്താ രാവിലെ കഴിച്ച പുട്ടിൻ്റെ ഒപ്പം MDMA എന്താ വറുത്തരച്ച് ഞാൻ പുട്ടിൻ്റെ ഒപ്പം കഴിച്ചു. അതുപോലെ തന്നെ കഞ്ചാവാണ്, ഞാനിതിവിടെ കഞ്ചാവ് കൃഷി ചെയ്യണോ, കഞ്ചാവാണ്, ഞാൻ MDMA ആണ്. പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളെല്ലാവരും ഈ ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്നതും എന്തുകൊണ്ടാണ്? പാരൻസ് കാരണം തന്നെയാണ്. അവരെ കേൾക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പം എനിക്ക് നിരന്തരമായിട്ട് കമൻ്റ് ഇടുന്നവരോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ കഞ്ചാവാണ്, ഞാൻ MDMA ആണെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്നും അറിയുന്നില്ലേ? എന്ത് കണ്ടാലും എന്ത് കേട്ടാലും നമ്മുടെ നെഞ്ചത്തേക്കാണ് വരുന്നത്. നിങ്ങൾ കാരണം ഏത് യൂണിവേഴ്സാണ്, ഏത് തലയാണ്, മണ്ടയാണ്. അപ്പം ഈ കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല എന്നാണ് ഗായ്സ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായല്ലോ? അപ്പം സമൂഹം നശിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിൽ നിന്നും വളർന്നു വരുന്ന കുട്ടികളെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഈ സമൂഹം ചീത്തയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ശീലിക്കുന്ന ശീലമാണ് നമ്മൾ പുറത്തിറങ്ങിയാലും നമ്മൾ ശീലിക്കുള്ളൂ. ഇപ്പം വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത് തന്നെയാണ് നമ്മൾ പുറത്തിറങ്ങിയാലും നമ്മൾ കാണിക്കുള്ളൂ. അപ്പോൾ പരമാവധി വീട്ടിൽ നല്ല ശീലങ്ങൾ ശീലിക്കാൻ നിങ്ങൾ ശീലിക്കുക. അപ്പം അത് പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടാവില്ല. മനസ്സിലായല്ലോ? അപ്പോൾ പല സാഹചര്യങ്ങളിൽ കൂടി കടന്നു വരുന്നവരാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്നവരാണ് എല്ലാവരും. അപ്പോൾ ഓരോരുത്തരും നശിക്കാനും അവരുടെ സാഹചര്യം തന്നെ ഒരു കാരണമാണ്. ചിലപ്പോൾ വലിയ പണക്കാരായിട്ടുള്ളവരായിരിക്കും, അവർ വരെയാണ് ഓരോ എന്താ പറയുക നമ്മുടെ ഇപ്പം കഞ്ചാവ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി ഏർപ്പെടുന്നത്. കാരണം അവരെ കേൾക്കാനൊന്നും അവരുടെ സാഹചര്യം മനസ്സിലാക്കാനും അവരെ കേൾക്കാനും ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് ഗൈസ് ഞാൻ പറയുള്ളൂ. കാരണം എന്താ പറയുക, എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കാം, പൈസ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കുഞ്ഞു ജീവൻ അടുത്ത നിമിഷം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പം ഈ ഒരു ചെറിയ ജീവൻ വെച്ചിട്ടാണ് ഈ മനുഷ്യന്മാരെല്ലാവരും ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതില്ലേ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരും അടിച്ചു കൊല്ലുന്നതും വഴക്ക് കൂടുന്നതും വേണ്ടാത്ത വർത്താനങ്ങൾ പറയുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഈ ജീവൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഒരു ശ്വാസത്തിന് തീരാവുന്നതേ ഉള്ളൂ. അപ്പം ആ ഒരു സർക്കിളിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ നമുക്ക് തോന്നിയ പോലെ എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൂട്ടുന്നു, എന്തൊക്കെയോ നമ്മൾ കാണിച്ചു കൂട്ടുന്നു. സത്യം പറഞ്ഞാൽ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു പൊട്ടത്തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പൊട്ടത്തരത്തിൽ കൂടി പോകുമ്പോൾ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, നന്നാവാൻ നോക്കുക. അല്ലാതെ നശിച്ച് കുറേ ടെൻഷൻ അടിച്ച് കുറേ പേരെ കൊന്നിട്ടൊക്കെ നമുക്ക് എന്ത് കിട്ടാനാണ്? പൈസ ഇന്ന് വരും നാളെ പോകും. പക്ഷെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും നിലനിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും പറയും പൈസ ഉണ്ടായാലാണ് സന്തോഷമുള്ളൂ എന്ന്. ഗായ്സ്, അപ്പം എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത്. പൈസ ഉണ്ടെങ്കിലാണ് സന്തോഷമുള്ളൂ. അപ്പോൾ നമ്മൾ ജീവിക്കാൻ നമുക്ക് പൈസ അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ അതൊരിക്കലും വളഞ്ഞ രീതിയിൽ കൂടി നമ്മൾ പൈസ ഉണ്ടാക്കരുത്. കാരണം അത് അധിക നാൾ എക്സിസ്റ്റ് ചെയ്യില്ല, അത് നമ്മളെ തിരിച്ച് കൊത്തുകയുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ നമ്മൾ അധ്വാനിച്ച് നല്ല അന്തസ്സായി നമ്മൾ പൈസ ഉണ്ടാക്കിയാൽ അതെന്നും എക്സിസ്റ്റ് ചെയ്യുള്ളൂ ഗൈസ്. അപ്പം എല്ലാവരും ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നെട്ടോട്ട് ഓടുന്നത്. ഞാൻ പറഞ്ഞില്ല, പൈസ ഇന്ന് വരും നാളെ പോവും. പൈസ എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞ ഒരാളെ കൊല്ലിയാണ്. മനസ്സിലായല്ലോ? അപ്പം ഈ ലോകത്തിൻ്റെ പോക്ക്, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാണ് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം ഓരോ ദിവസം കണ്ണു തുറക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത്രയും വൃത്തികെട്ടതും അതുപോലെ തന്നെ അത്രയും ഭീകരമായ കാര്യങ്ങളുമാണ് നമ്മൾ ഓരോ ദിവസം കേട്ടോണ്ട് നമ്മൾ എഴുന്നേക്കുന്നത് തന്നെ. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മുടെ കേരളം ഇത്രയോ ഒരു ചീത്ത രീതിയിലേക്ക് നമ്മുടെ കേരളം എത്തുമെന്ന്. ഒരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ നാടെന്നറിയപ്പെടുന്ന കേരളം ഇത്രയോ ഒരു ചീത്ത രീതിയിലേക്ക് എത്തുന്നു ഒരിക്കലും ഞാൻ എൻ്റെ മനസ്സിനും പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കുഞ്ഞു വാവയ്ക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 7 മാസം പ്രായമുള്ളൊരു കുട്ടീനെയാണ് ഒരാൾ പീഡിപ്പിച്ചത്. പീഡനത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് പറയാൻ, ഇത് ഒന്നും രണ്ടൊന്നും അല്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു സ്ത്രീൻ്റെ വസ്ത്രം കണ്ടിട്ടാണ് ഒരാൾ വന്ന് പീഡിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആ സ്ത്രീ ഈ രീതിയിൽ നടന്നിട്ടാണ് വന്ന് പീഡിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് കാണിച്ചു ഇത് കാണിച്ചു അതുകൊണ്ടൊക്കെ. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ 7 മാസം പ്രായമുള്ള ഈ കുഞ്ഞാവേനെ എന്ത് കണ്ടിട്ടാണ് ഒരാൾ വന്ന് പീഡിപ്പിച്ചത്? എന്ത് കണ്ടിട്ടാണ് പീഡിപ്പിച്ചത്? കുട്ടിയുടെ വേഷം കണ്ടിട്ടാണോ പീഡിപ്പിച്ചത്? അപ്പം
പീഡിപ്പിക്കാൻ ഇതിന് മാത്രം കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ ഓരോരുത്തരും പറഞ്ഞുണ്ടാക്കുന്ന രീതി പലതാണ്. ഗൈസ്, അപ്പം എൻ്റെ ഈ ചോദ്യം പാരൻസിനോടാണ്. അപ്പം നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുട്ടികൾക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് സ്കൂളിലേക്ക് വിടാറുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു പാരൻ്റെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കെട്ടിപ്പിടിച്ച് അമ്മേ ഞാൻ പോവാന്ന് കുട്ടീൻ്റെ വായിൽ കേട്ട് ചക്കര ഉമ്മയൊക്കെ കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു പാരൻ്റെങ്കിലും ഉണ്ടോ? വേണേ ചെറിയ കുഞ്ഞാമാരെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ വിടുമായിരിക്കും. പക്ഷേ അവർ വലുതാവും തോറും ഓ നീ വലിയ കൊച്ചായി, നീ ഇപ്പം നിനക്കൊക്കെ എന്തിനു ഉമ്മ തരുന്നതാ, അല്ലെങ്കിൽ നിനക്കൊക്കെ എന്തിനാ സ്നേഹം, നിനക്ക് നിൻ്റെ വഴിയായി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴിയായി ചിന്തിക്കുന്ന പാരൻസ് ആണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി ഗൈസ്. മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുത്താലാണ് എൻ്റെ പാരൻസ് എന്നെ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം അവർക്ക് വരുള്ളൂ. പിന്നെ അവർക്ക് എന്തും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ അവർക്ക് തുറന്നു പറയാനുള്ളൊരു പ്രൈവസി നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്, നമ്മൾ സ്നേഹിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പെട്ടെന്നൊരു കുഞ്ഞാവേനെ നമ്മൾ എന്താ പറയുക, കുഞ്ഞാവ ഉണ്ടാവുന്നു, കുഞ്ഞാവേനെ ഇച്ചിരി പ്രായം വരെ നോക്കി വളർത്തുന്നു, പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ വിട്ടിട്ട് എന്താ കാര്യം? അപ്പം സത്യം പറഞ്ഞാൽ ഓരോ പാരൻസും ഓരോ കുട്ടികളുടെയും കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ സ്കൂളിൽ നമ്മൾ പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുന്ന ടൈമിൽ അവരുടെ സ്വഭാവത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, അവർ ക്ലാസ്സിൽ എങ്ങനെയാണെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കണം. പിന്നെ ടീച്ചർമാർ പറയുന്ന കേട്ട് പാരൻസ് വീട്ടിൽ നിന്ന് കുട്ടികളെ തല്ലാറുമുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുട്ടികളെ നമ്മൾ മനസ്സിലാക്കണം, അതുപോലെ തന്നെ കുട്ടികൾ നമ്മളെ മനസ്സിലാക്കണം. അപ്പോൾ അതിനുള്ളൊരു പ്രൈവസി പാരൻസ് തന്നെയാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഓരോ പാരൻസും ശ്രദ്ധിച്ചാലാണ് ഓരോ കുട്ടികളും നന്നാവുള്ളൂ, ചീത്ത കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കുകയുള്ളൂ. അപ്പം സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഈ ടീച്ചർ വടിയും കൊണ്ട് വരുന്ന കാണുമ്പോഴേ കുട്ടികൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇപ്പം എങ്ങനെയാണെന്നറിയാമോ, ടീച്ചറെ കുട്ടികൾ പോയി തല്ലും വടിയും കൊണ്ട്. ആ അവസ്ഥയായിട്ടുണ്ട് നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചർമാർക്കും ആർക്കും ഇപ്പോൾ കുട്ടികളോട് എതിർത്ത് സംസാരിക്കാൻ പറ്റാത്ത കാലമായി. കാരണം അവർ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് നമ്മൾ എന്താ ചെയ്യുക നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ ഈ കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഒരാളോട് നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് എന്താ തോന്നുന്നതെന്ന് അവർക്കും അറിയില്ല, അതുപോലെ തന്നെ നമുക്കും അറിയില്ല. കാരണം ഇപ്പം എല്ലാവരും ലഹരിക്ക് അടിമയാണ്. ലഹരിക്ക് അടിമയായതുകൊണ്ട് തന്നെ ഈ ലോകം നശിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഈ ലോകത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ വാർത്തയിൽ കേട്ട് ഞാൻ എഴുന്നേൽക്കുമ്പം എനിക്ക് നിങ്ങളോടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആക്ച്വലി ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ടും കാര്യങ്ങൾ ഒരിക്കലും എൻഡ് ചെയ്യുന്നില്ല. ഇനി എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, അറിയിക്കാനുണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത്യാവശ്യമാണ്. ഇത് കണ്ടിട്ട് ഒരാളെങ്കിലും മാറുവാണെങ്കിൽ അത്രയും നല്ല കാര്യമെന്നാണ് ഞാൻ പറയുള്ളൂ. ഞാൻ ഇപ്പോഴും പറയാണ്, എല്ലാ പാരൻസും നിങ്ങളുടെ മക്കളെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുട്ടികളായാലും എല്ലാം വന്ന് പാരൻസിൻ്റെ അടുത്ത് പറയാൻ ശ്രമിക്കുക. ഓരോ പാരൻസും മക്കൾക്കുള്ള ആ പ്രൈവസി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആക്കുക കുട്ടികളായിട്ട്. അല്ലാതെ ഒരിക്കലും അവരെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും അകറ്റി നിർത്തരുത്. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് ഗായ്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ലോകം ഒന്ന് നന്നാക്കാം. നമ്മൾ ഓരോരുത്തരും നന്നായാൽ നമ്മുടെ ലോകം നന്നാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഓരോരുത്തരും നന്നാവുക, എല്ലാവരും നന്നായിരിക്കുക, നല്ലത് പറയുക, നല്ലത് ചെയ്യുക, നല്ല കാര്യങ്ങൾ വർത്താനം പറയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദൈവവിശ്വാസം. തീർച്ചയായിട്ടും ഓരോരുത്തരും ദൈവത്തിനെ വിശ്വസിക്കുക. കാരണം ദൈവവിശ്വാസം ഇല്ലാത്ത ഒരുപാട് പേര് ഇപ്പോൾ തന്നെ ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ലോകത്തിലുള്ള 90% ആൾക്കാർക്കും ദൈവത്തിന് വിശ്വാസമില്ല. ബാക്കിയുള്ള 10% ആൾക്കാർക്ക് മാത്രമേ ദൈവം എന്നുള്ളൊരു എനർജീനെ വിശ്വാസമുള്ളൂ. അപ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിനല്ലാതെ വിശ്വസിക്കുക. ചില സമയത്ത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് വന്നിരിക്കും. പക്ഷേ അത് നമ്മൾ ഓർക്കുക നമ്മുടെ വിധിയാണ്. അപ്പോൾ ഓരോരുത്തർ വിചാരിക്കും അപ്പോൾ എല്ലാം എൻ്റെ വിധിയായിരിക്കും, പിന്നെ എന്തിനാ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതെന്ന് ഓർക്കും. ദൈവമാണ് ഗൈസ് എന്നും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു എനർജി എന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ദൈവം മാത്രമാണ്. സത്യം നമ്മൾ എന്ന് ചെയ്യുന്നോ അന്നൊക്കെ ദൈവമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സത്യം ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പം ഇതും കൊണ്ടൊന്നും ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊന്നും എൻഡ് ചെയ്യുന്നില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പം ഓരോരുത്തരും നന്നാവാന്ന് ഞാൻ പറയാണ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ പാരൻസിനും ഓരോ കുട്ടികൾക്കും ഓരോരുത്തർക്കും എല്ലാവർക്കും മനസ്സിലായി ഉൾക്കൊള്ളുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് നന്നാവാൻ നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നമ്മുടെ ലോകം നന്നാവട്ടെ എന്ന് നമുക്കെന്നും പ്രാർത്ഥിക്കാം.